എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 25 26 വാക്യങ്ങൾ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ലോകത്തിലെ നിക്ഷേപങ്ങളും ക്രിസ്തുവിന്റെ നിന്നയും എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിന്ന ഒരിക്കലെങ്കിലും അനുഭവിക്കുവാൻ കിട്ടുക എന്നത് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട്, ഏറിയ ധനമായിട്ട് അവൻ എണ്ണുവാൻ കഴിയണം. ക്രിസ്തുവിനെ നിന്നയെ വഹിപ്പാൻ ത്രാണിയില്ലാത്ത വിശ്വാസികളായി വിശ്വാസ ജീവിതം നയിക്കുന്നവർ വർദ്ധിച്ചു വരുന്ന ഒരു ആത്മീക ലോകമാണ് ഇന്നുള്ളത്. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഏത് ഭാഗ്യ പദവികളെക്കാളും ഏത് വസ്തുവകകളെക്കാളും ക്രിസ്തുവിനെ നിന്നയെ വലിയ ധനമെന്ന് എണ്ണുന്നവരായി നാം ഓരോരുത്തരും മാറ്റപ്പെടണം. ദൈവപുരുഷനായ മോശയുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളായ ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന 5 ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തതും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി നിരസിച്ചതും ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണിയതും രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നതും പെസഹായും ചോരത്തെളിയും ആചരിച്ചതുമാണ് ആ ദൃഷ്ടാന്തങ്ങൾ. അതിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണി എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത, ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്ത മോശ, ക്രിസ്തുവിനെ അറിയാത്ത മോശ അവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, അവനെ നിന്ന് വഹിക്കുവാൻ ഒരുക്കമായിരുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കി തരികയാണ്. മോശയുടെ അനുഭവം നമ്മെ ഉപദേശിക്കുന്നത് ക്രിസ്തുവിനെ അറിഞ്ഞവരും കേട്ടവരുമായ, അവന്റെ ആത്മാവിനെ പ്രാപിച്ചവരുമായി നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുകയും അവന്റെ നാമത്തിലുള്ള നിന്നയെ ഭയന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാകാതെ അത് വലിയ ധനം എന്നെണ്ണി അതനുഭവിച്ച് അവന്റെ നാമത്തിന് മഹത്വം ഉളവാക്കുവാൻ ഉത്സാഹം കഴിക്കണം എന്നതാണ് ആ ശക്തമായ ഉപദേശം. പ്രിയരെ, മിസ്രയീമിലെ നിക്ഷേപങ്ങൾ മോശ ത്യജിച്ചു. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുന്നത് മിസ്രയീമിലെ ധനത്തേക്കാൾ വലിയ കാര്യമായിട്ടാണ് മോശ കണ്ടത്. മോശ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവത്തിനു വേണ്ടിയും തന്റെ ജനത്തിനു വേണ്ടിയും സകലവും ത്യജിച്ചതിനാൽ ക്രിസ്തു പിന്നീട് ചെയ്തതുപോലെ മോശ പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ ക്രിസ്തുവിനും തന്റെ അനുയായികൾക്കും നിന്ന് സഹിക്കേണ്ടതായി വന്നതുപോലെ മോശയ്ക്കും അതേ നിന്ന് സഹിക്കേണ്ടതായി വന്നു. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് 69ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. റോമലേഖനത്തിൽ വായിക്കുന്നത്, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്നുള്ളതാണ്. നോക്കൂ പ്രിയരെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. 1 പത്രോസിന്റെ ലേഖനത്തിൽ 4 അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുവാൻ കഴിയുന്നു, ദൈവം ഒരിക്കൽ തനിക്ക് പ്രതിഫലം നൽകും എന്ന ഉറപ്പോടെ നിന്ദകളുണ്ടായിട്ടും മോശ അവസാനത്തോളം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ക്രിസ്തു തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി നിന്നയും കഷ്ടവും അനുഭവിച്ചതുപോലെ മോശയും ദൈവജനത്തിനു വേണ്ടി നിന്നയും കഷ്ടവും സഹിക്കുന്നത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ക്രിസ്തു ജഡത്തിൽ ജനിക്കുന്നതിന് മുന്നമേയാണ് മോശ നിന്നയും കഷ്ടവും സഹിക്കുന്നത് തിരഞ്ഞെടുത്തതെങ്കിലും തനിക്ക് മുന്നമേ, തന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും മുന്നമേ തന്നെ, ലോകമുണ്ടാകുന്നതിന് മുന്നമേ തന്നെ ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് മോശ ആത്മാവിൽ തിരിച്ചറിഞ്ഞിരുന്നു. വിശ്വാസ കണ്ണുകളിൽ ക്രിസ്തുവിനെ ദർശിപ്പാൻ മോശയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പാപമറ്റവൻ, പാപം അകറ്റുന്നവനായ കുഞ്ഞാണ്, അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാണ്, അനുഗമിക്കുന്ന പാറ, ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം, പിളർക്കപ്പെട്ട പാറ,
നോക്കൂ, എന്നിങ്ങനെ പലവിധ നിലകളിൽ കൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ മോശ ദർശിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ തിരഞ്ഞെടുപ്പ് എന്തായിരിക്കണമെന്ന് മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. മിസ്രൈം ദേശത്തുള്ള വലിയ കൂട്ടം അടിമകൾ അവർ തൻ്റെ അവകാശമാണെന്നും അവരിൽ ഒരു രാജ്യമുണ്ടെന്നും അവർ ദൈവജനമാണെന്നും ഞാൻ അവരിൽ ഒരുവനാണെന്നും മോശ തിരിച്ചറിഞ്ഞു. അവർ ആരായിത്തീരുമെന്ന് വിശ്വാസത്താൽ താൻ അത് ദർശിച്ചു. പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് തൻ്റെ മേലുള്ള ആലോചനയുടെ നിവൃത്തി ഞാൻ നിറവേറ്റണം എന്ന് മോശ തീരുമാനിച്ചു. പ്രിയരെ, നാം ഓരോരുത്തരും നമ്മുടെ മേലുള്ള ദൈവാലോചനയ്ക്ക് നിവൃത്തി വരുത്തുവാൻ സമർപ്പിക്കുമ്പോൾ ചില തിരഞ്ഞെടുപ്പുകൾ നമുക്ക് മുൻപിൽ വെളിപ്പെട്ടു വരും. നാം അത് എങ്ങനെ തിരഞ്ഞെടുക്കും, നാം ഏത് തിരഞ്ഞെടുക്കും എന്ന് ബോധ്യമുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ നിന്ദയുടെ വഴിയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. സ്വർഗീയ പ്രതിഫലം ആത്മാവിൽ കാണുന്നവർക്ക് ആ വഴി തിരഞ്ഞെടുക്കുവാനാകുകയുള്ളൂ. പാളയത്തിനു പുറത്ത് അവനെ നിന്ന ചുമന്നാൽ നിലനിൽക്കുന്ന സമ്പത്ത് കർത്താവ് നമുക്ക് ഭാവിയിൽ നൽകി തരും. ഇവിടെ നാം ക്രിസ്തുവിന്റെ നാമത്തിൽ ത്യജിക്കുന്നതും വിട്ടുകളയുന്നതും ഒന്നും പ്രിയരെ നമുക്ക് നഷ്ടമല്ല. അത് നിന്ദയ്ക്കും കഷ്ടങ്ങൾക്കും കാരണമായി തീരുമെന്നതിനാൽ അത് വലിയ ധനം എന്നെണ്ണുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. ഇന്ന് പകലിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കൾ ആത്മീയ ജീവിതം നയിക്കുവാൻ, വിശ്വാസ ജീവിതം നയിക്കുവാൻ ഇടയാക്കണം. ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റവും വലിയ സമ്പത്താണെന്നുള്ള ബോധ്യത്തോടെ അത് നിരസിച്ച് കളയാതെ കർത്താവെ അത് വഹിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെല്ലാവരും ഇന്ന് പകലിലും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയവ ചെയ്യണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഉയരത്തിൽ നിന്ന് അത് ഞങ്ങൾക്ക് നൽകി തരണമേ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അനുഭവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാപ്തരാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മുൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പശ്ചാ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കണ്ണട